ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ ബാക്കി വന്നിട്ടുള്ള കുബൂസ് വെച്ചിട്ട് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പിസ്സയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, എന്നാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 2 കുബൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കുബൂസ് അല്ലെങ്കിൽ ചപ്പാത്തി വെച്ചിട്ടും ഇതുപോലെ ചെയ്യാം. കുബൂസ് ആകുമ്പോൾ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ 2 കുബൂസാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഒരു കുബൂസിൻ്റെ മുകളിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസാണ് ആക്കിയിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ പിസ്സ സോസ് ഉണ്ടെങ്കിൽ അത് എടുത്താലും മതി. ഇനി മറ്റേ കുബൂസിൻ്റെ മേലേക്ക് ക്രീം ചീസാണ് എടുത്തിട്ടുള്ളത്. ക്രീം ചീസിന് പകരം വേണമെങ്കിൽ നമുക്ക് മയനൈസ് വേണമെങ്കിൽ ആക്കി കൊടുക്കാം. ക്രീം ചീസ് ആകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ രണ്ടും ഓരോ കുബൂസിൻ്റെ മേലെയും ടൊമാറ്റോ സോസും അതുപോലെ തന്നെ ക്രീം ചീസും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്നൊന്നിന് മുകളിലാവുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലും കുറച്ച് ടൊമാറ്റോ സോസ് തന്നെ ആക്കി കൊടുക്കുകയാണ്. അത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് മോസറല്ല ചീസാണ് എടുത്തിട്ടുള്ളത്. മോസറല്ല ചീസ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചീസ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് അതിനനുസരിച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഈ കുബൂസിൻ്റെ മുകളിൽ നന്നായിട്ടൊന്ന് നിരത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് വെജിറ്റബിൾസ്, സാധാരണ നമ്മൾ പിസ്സയിലൊക്കെ ചേർക്കുന്ന ക്യാപ്സിക്കം, അതുപോലെ തന്നെ തക്കാളി കുരുവൊന്നുമില്ലാതെ കട്ട് ചെയ്തെടുത്തത് ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സവാള ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തതും കൂടി ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത് ചിക്കന് ചെറിയ പീസാക്കിയിട്ട് അതും ഇതുപോലെ അവിടെ ഇവിടെ ആയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ചിക്കൻ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ ചിക്കനും കൂടി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിന് മുകളിലേക്കും കുറച്ച് ബാക്കിയുള്ള ചീസ് മുകളിലൂടെ ഇട്ട് കൊടുക്കാം. ചീസ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അതിന് മുകളിലേക്ക് കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒറിഗാനോ അതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് റെഡ് ചില്ലി ഫ്ലെക്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ബ്ലാക്ക് ഒലീവ്സ് ഉള്ളതുകൊണ്ട് അതുകൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാനിൽ വെച്ചിട്ട് നന്നായിട്ട് ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ഒരുപാട് സമയമൊന്നും വെക്കണ്ട. പാനൊന്ന് നന്നാക്കി ചൂടാക്കിയതിന് ശേഷം ഈ കുബൂസ് ഇതുപോലെ വെച്ചിട്ട് പിസ്സ ഇതുപോലെ വെച്ചിട്ട് ചീസ് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുത്താൽ മതി. വളരെ സിമ്പിളാണ്, എന്നാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നമുക്ക് സാധാരണ പിസ്സ കഴിക്കുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ചൂടോടെ തന്നെ കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ കുബൂസ് ചപ്പാത്തിയൊക്കെ ബാക്കിയാവുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പിസ്സയാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ, അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.